നമസ്കാരം. അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി നാമാവശേഷമാകുമോ എന്ന് തന്നെ അറിയില്ലെങ്കിലും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടി കോൺഗ്രസ് ഇപ്പോഴേ അങ്ങ് തുടങ്ങി. അടുത്ത 1.25 വർഷത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പുകഞ്ഞ അമർഷം ഇപ്പോൾ ആളിക്കത്തി തുടങ്ങി. മുഖ്യമന്ത്രി സ്ഥാനത്ത് ആര് വേണമെന്ന ചോദ്യം NSS തന്നെ തുടങ്ങി വെച്ചു. ഇപ്പോൾ അത് SNDPയും ഏറ്റെടുത്തു. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് പറഞ്ഞ് VD സതീശനെ താഴ്ത്തിക്കെട്ടി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പാർട്ടിക്കുള്ളിൽ ആകെ ചർച്ചാ വിഷയമായി. VD സതീശനേക്കാൾ യോഗ്യൻ ചെന്നിത്തലയാണ്. എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിച്ച് കൊണ്ടുപോകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളി ചെന്നിത്തലയുടെ പക്ഷം പിടിച്ചു പറയുന്നു. അതേസമയം NSSുമായി സഹകരിച്ച ചെന്നിത്തലയ്ക്ക് പ്രത്യേകിച്ച് ഗുണമില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. SNDPയും രമേശ് ചെന്നിത്തലയും തമ്മിൽ കടലും കടലാടിയും പോലുള്ള ബന്ധമാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു. NSSുമായി സഹകരിച്ചിട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഗുണമില്ല. കാരണം താക്കോൽ സ്ഥാനത്ത് ആര് വന്നിട്ടും കാര്യമില്ല, അതിന് താക്കോൽ കയ്യിൽ കിട്ടിയിട്ട് വേണ്ടേ. 5 പേർ താക്കോലിനായി പിന്നിൽ നടക്കുകയാണെന്ന് വെള്ളാപ്പള്ളി പരിഹസിച്ചു. അതേസമയം 10 വർഷത്തിന് ശേഷമാണ് ചെന്നിത്തലയ്ക്ക് NSS ആസ്ഥാനത്ത് നടക്കുന്ന മന്നം ജയന്തി ആഘോഷ പരിപാടിയിലേക്ക് ക്ഷണം ലഭിച്ചത്. 2013-ലായിരുന്നു കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച താക്കോൽ സ്ഥാന വിവാദം. ഉമ്മൻചാണ്ടി സർക്കാരിൽ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരണമെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ പ്രസ്താവനയാണ് വലിയ വിവാദമായത്. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദ്യം ഇതിന് വഴങ്ങിയില്ല. വിവാദമായതോടെ സുകുമാരൻ നായരുടെ പ്രസ്താവനയെ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ അങ്ങ് തള്ളിപ്പറയേണ്ടി വന്നു. ഇതാണ് ചെന്നിത്തല NSS അകൽച്ചയിലേക്ക് നയിച്ചത്. കുറെ നാളായി NSS പരിപാടികൾക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരുന്നില്ല. പുതിയ സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ സതീശനെ കുറ്റപ്പെടുത്തുന്നത്. പ്രതിപക്ഷ നേതാവിന് പക്വതയില്ലെന്നും വെറുപ്പ് വിലയ്ക്ക് വാങ്ങുന്ന ആളാണെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. നേരത്തെ തന്നെയുള്ള പ്രശ്നങ്ങൾക്ക് മേൽ തീകോരി ഒഴിക്കാനാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ തമ്മിൽ ഭേദം രമേശ് ചെന്നിത്തല എന്നാണ് വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചത്. കോൺഗ്രസ് എന്തായാലും അടുത്ത കാലത്തെങ്ങും അധികാരത്തിൽ വരുന്ന പോളില്ല. അതറിയാവുന്ന നേതാക്കൾ അധികം പ്രസ്താവനകൾ ഇറക്കാതെ നിൽക്കുകയാണ്. തമ്മിലടി പരസ്യമാകുന്നതോടെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ വ്യക്തതയില്ലാതെയാകും. തമ്മിൽ ഭേദം രമേശ് ചെന്നിത്തല ആണെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ 2026-ൽ എന്തിനു വേണ്ടി 10 ലക്ഷം സർക്കാർ ജീവനക്കാരും സർക്കാർ പെൻഷൻകാരും 1600 രൂപ പ്രതിമാസ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം പേരും അടങ്ങുന്ന കേരള ജനത UDFന് വേണ്ടി വോട്ട് ചെയ്യണമെന്നുകൂടി വെള്ളാപ്പള്ളി ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം.